ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയതോടുകൂടി ബ്രസീലിൻ്റെ ആരാധകർ എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. കാരണം സമീപകാലത്ത് അത്ര നല്ല ഓർമ്മകൾ അല്ല ബ്രസീലിയൻ ടീമിനുള്ളത്. അതിൽ നിന്നും അവരെ കരകയറ്റാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് താരസമ്പന്നമായ ഒരു ടീം തന്നെ ബ്രസീലിനുണ്ട്. പക്ഷെ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പരിശീലകർക്ക് സാധിക്കാതെ പോകുന്നു. മാനേജ്മെന്റിന് പേരുകേട്ട പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹം ഈ ഒരു സൂപ്പർ താരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്രസീലിനെ പ്രതാപകാലത്തേക്ക് തിരികെ കൊണ്ടുവരും എന്ന വിശ്വാസം പലരും വെച്ച് പുലർത്തുന്നുണ്ട്. മുൻപ് ബ്രസീലിനെ പരിശീലിപ്പിച്ച ദുങ്ക ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് നേരത്തെ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരണമായിരുന്നു. ഇതിപ്പോൾ വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു എന്നൊക്കെയാണ് ദുങ്ക പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി എന്ന പരിശീലകന്റെ കഴിവുകളെ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി ടീമുമായി പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ എല്ലാവരും ആഞ്ചലോട്ടിയെ സഹായിക്കുകയാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് മുൻപ് തന്നെ നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ടുവരണമായിരുന്നു. ഇതിപ്പോൾ വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ സങ്കീർണമാവുകയാണ് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള ഒരു വിദേശ പരിശീലകനെയാണ് കൊണ്ടുവന്നതെങ്കിൽ ബാക്കിയുള്ളതൊന്നും തന്നെ ആരും കാര്യമാക്കില്ല. എല്ലാ കാര്യത്തിലും അദ്ദേഹം പോസിറ്റീവ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇതാണ് ദുങ്ക പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് മുന്നിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അദ്ദേഹത്തിന് ലഭ്യമാവുക. വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴേക്കും ബ്രസീൽ ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആഞ്ചലോട്ടി അത് സാധിച്ചെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.